ഒത്തിരി പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഹെയർ കട്ട് കളി പക്ഷേ ഇതിന് പൈസയാവും കേസ്. ഇത് പക്കാ 3D ആണ്. ടാപ്പ് ചാട്ട് കൊടുക്കാം. ഇങ്ങനെ കൊള്ളാല്ലേ മോണോ? ഞാൻ നിന്റെ മുടി മൊട്ടയടിക്കട്ടേടാ. എല്ലാ സ്ഥലവും ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നത് ഇവനെ പിന്നെ മൊട്ടയാക്കേണ്ടത്. ഇത്രയും മുടി വളർത്തിക്കൊണ്ട് വരുന്നത് ഇത്രയും മുടി നീ വളർത്തല അങ്ങനെ നിന്റെ എല്ലാ മുടി കൊണ്ട് വെക്കല. സാധാരണ എൻ്റെ മുടി പച്ചയായിരിക്കും. ഞാനൊരു വലിയ ഹെയർ കട്ട് മുടിക്ക് കുറച്ച് ഡിസൈൻ കൊടുക്കാം. നല്ല ഡിസൈൻ അവൻ്റെ മുടി നോക്കേ കൊള്ളാലോ. അടുത്ത ഇതാണ് മിസ്റ്റർ കൊള്ളാം. നല്ലോ ലാക്കുന്നത് മറ്റവൻ ദേഷ്യപ്പെട്ട് പോയിട്ട് വെക്കുന്നത്. നിങ്ങളെല്ലാം കാണും. കളിച്ചിരുന്നൊരു ഗെയിമാണ് കേസ്. എന്തോ ചെയ്യാനാണ് കേസ്. ഞാനൊന്നും ചെയ്യില്ല എന്നിട്ട് കലിപ്പാവുന്നു. ഇവനൊക്കെ മുടി വെട്ടി കൊടുക്കല്ലേ കേസ്. ഓക്കട മോനെ ഇവനെ കളറ് നമുക്ക് ഇതാ കൊടുക്കണം. Done. Yes, done. Traffic police എയർപോർട്ടിലെ നമുക്കിനി 100 വീടുകളുണ്ട്. നമ്മളിപ്പോൾ 100ൽ 80% ചെറുതായിട്ട് തെറ്റിപ്പോയതാ. കൊള്ളാം കേസ് ഈ ടാറ്റൂടെ ഗെയിം. ഞാൻ വിചാരിച്ചത് കൊള്ളത്തില്ലെന്ന്. എന്നാലും അൾട്രാ ഗെയിമാണ്. നേരത്തെ ഞാൻ ഒരു അൾട്രാ റിയലിസ്റ്റിക് ഗെയിം ഇട്ടു. അതിൻ്റെ എസ്കേപ്പ് ഞാൻ ഇടുന്നതായിരിക്കും. നീ എന്തോ ചെയ്യണ്ടടാ?
ഉൾട്ടു വാഷ് ഉൾട്ടു ഗീസ് ഇവൻ്റെ ഹെയർ കുറച്ചുകൂടി നല്ലതാക്കണം ഗീസ് നമ്മൾ. ഇനി നമുക്ക് ഇത് തന്നെ ഇടാം. നോക്കാം. ഗുഡ് വന്നല്ലോ അവൻ ഗുഡ്. മറ്റേ രണ്ടുമാർ ദേഷ്യപ്പെട്ടു ഗീസ്. അവൻ നമുക്ക് ഗുഡ്. ചേച്ചി വന്നു. ആ മുടിയൊക്കെ സെറ്റ് ആയിക്കോളാം ചേച്ചി. സെറ്റ് ആക്കും നമ്മൾ. ഡ്രില്ലിംഗ് മെഷീൻ്റെ സൗണ്ട് വരുന്നതിനകത്ത്. ഇവിടെ കുറച്ച് വെട്ടാണ്. ചേച്ചി എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു ചേച്ചി. എല്ലാവരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും ചേച്ചി എങ്കിലും ദേഷ്യപ്പെടാതെ. ടീച്ചർ ചന്തി അടിച്ചു. എന്തൊരു ടീച്ചർ. സ്കേറി ടീച്ചറിന്റെ മോളെ കൊടുക്കാം. ഇനി നമ്മൾ മോളെ ആക്കാം. ഇല്ലല്ലോ സ്കേറി ടീച്ചറിന്റെ മോള് അതിനേക്കാരി സ്കേറി കേസ്. കൊള്ളാം. എന്നാലും സ്കേറി ടീച്ചറിന്റെ മോള് ചൂസ് ചെയ്ത് കളറാ. റെഡ്. യെസ്. കൊച്ചിനെ കണ്ണി കണ്ട കളറെല്ലാം അടിച്ചു കൊടുക്കണം. കൊച്ചിൻ്റെ വീട്ടിൽ അങ്ങോട്ട് അടിച്ചു കൊടുക്കും. ബാർബർ ഷോപ്പിൽ വെറുതെ പൈസ കളയും. ഞാൻ വീട്ടിൽ മുടി വളർന്നില്ലെങ്കിലും ഞാൻ മുടി കുറച്ചങ്ങ് വെട്ടിക്കളയും. ഈ വീട്ടിൽ തന്നെ ഞാൻ വെട്ടും. അച്ഛനും വെട്ടിത്തരാറുണ്ട്. ബാർബർ ഷോപ്പിലും കൊണ്ടുപോകും കേസ്. ദണ്ണ് കൊടുക്കണം. എന്തോ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് മോള് കിടക്കുന്നുണ്ടോ? ബ്യൂട്ടി പാർലറൊന്നും അല്ല ഇത് ബാർബർ ഷോപ്പാ. ബ്യൂട്ടി പാർലറിനെ പോലെ കിടക്കുന്നു. ഇനി എന്തോ അടുത്ത ചെയ്യണ്ടേ? ഇതൊക്കെ ഞാൻ ഒത്തിരി പറ്റിക്കുമോ നമ്മളെ? ഇതൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നമ്മളെ പറ്റിച്ച. ഇനി ഏതാ ഇത്? എല്ലാം നമ്മൾ സെറ്റാക്കി. ഇവിടെ നമുക്ക് ഉമ്മാണല്ലേ കൊച്ച്. അടാ നീ സംസാരിക്കുന്നതാണ്. ഇവൻ്റെ കുറച്ച് ഫ്രീക്കാ. ഞാനും ഇതേപോലത്തെ സ്റ്റൈല് വെട്ടാണെങ്കിൽ ആഗ്രഹിച്ച്, പക്ഷെ സമ്മതിക്കത്തില്ല. മോളെ എടാ നിൻ്റെയൊക്കെ ഞാൻ നല്ലപോലെ വെട്ടിക്കോളാം മക്കളെ. നീ എന്നെ വിടാതെ ചെയ്തു മതിയല്ല. നീ എന്നെ കൊള്ളത്തില്ലെന്ന് പറയാതിരുന്നാൽ മതി. ഇവനെ ഒത്തിരി വെട്ടാനുണ്ട്. മോളെ ഞാൻ നിൻ്റെ എല്ലാം വെട്ടിട്ട് തരാടാ. ഞാൻ തോർത്തത് ഐ ആം ദ ബെസ്റ്റ് ബാർബർ ഇൻ ദ വേൾഡ് ഗേസ്. നിങ്ങൾ തന്നെ പറ, ഞാനാണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഞാനാവാനാണ് സാധ്യത. ഗെയിമിൽ വേറെ ആരും ഗെയിമിൽ ബാർബർ നല്ല ബാർബറായിട്ട്. ഇവിടെ അങ്ങോട്ടും കൊണ്ടുപോട്. ഗേസ് ഇതിനകത്ത് ഇല്ല, ഒരു സൈഡ് വെട്ടാനും കൊടുക്കണം. ചെക്കൻ്റെ മുടി നോക്ക്. സ്റ്റാർ ഷേപ്പ് ആവും വരയ്ക്കേണ്ട. എനിക്ക് സ്റ്റാർ ഷേപ്പ് വരയ്ക്കാൻ ഇഷ്ടം. പക്ഷെ സ്കൂളിൽ കേട്ടത്തില്ല സ്റ്റാർ ഷേപ്പ് വരയ്ക്കുവാണെങ്കിൽ. അങ്കിൾ അങ്ങനെ പറഞ്ഞ മുടി വെട്ടുന്ന അങ്കിൾ കള്ളം പറയുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ്. അല്ലാതെ എന്നാലും സ്കൂളിൽ റൂള് പാലിക്കണം കേസ്. നമ്മൾ ഇനി റിയൽ ആയിട്ടുള്ള ഒരു റേസിംഗ് ഗെയിമായിട്ട് വരും. ഓക്കെ ഇതിനെ നല്ലപോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ വലുതായിട്ട് ഡിറ്റക്റ്റീവ് ആവും, ഒരു ബാർബർ ആവും. അന്നേരം 2 ജോബാവും കേസ്. 2 ജോബാകുമ്പോൾ ഇരട്ടി പൈസ കിട്ടും. കാര്യം കേസ് 2 ജോബിന് എത്ര പൈസ കിട്ടും? ഡിറ്റക്റ്റീവ് നമുക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ പറഞ്ഞു മനസാക്ഷി ഇല്ലടേ. ഈ ഷേപ്പ് കെട്ടണോ?
പാകളുടെ വെട്ടിത്തരാടാ ഞാൻ പുല്ലേ. മീശയൊക്കെ ഞാൻ വെട്ടട്ടെ. മീശയൊക്കെ എന്ത് രസം ഇങ്ങനെ കാണാൻ. ഇവിടെ കണ്ണങ്ങ് വെട്ടിയാലോ? പിരുവം വെട്ടാൻ പറ്റില്ല. പിരുവം മുടിയാണല്ലോ, എന്നിട്ട് എന്ത് വെട്ടാൻ പറ്റും? മണ്ടക്കിലത്തെ മുടി വെട്ടാൻ പറ്റത്തില്ലേ? ഓക്കെ, ഇനി കുറേലത്തെ ഒന്നും വെട്ടാൻ പറ്റില്ല. ഡണ്ണ് കൊടുക്കണം. മറ്റവൻ്റെ മുഖം നിങ്ങൾ കണ്ടോ? എന്തോ വല്ലാത്ത രീതിയിലിരുന്നു, ദേഷ്യപ്പെട്ട രീതിയിൽ. ഞാൻ മുഖം കാണുമ്പോൾ ഇനി ഇങ്ങനെ എന്തോ വാശടിക്കട മോനൂസേ വാശടിക്കാം. കഴിവ് നല്ല തിളക്കമുണ്ട്. ഇപ്പം ഇവ നമുക്ക് പൈസ ഒത്തിരി വന്നോളെ. കൊള്ളായി, നമ്മൾ നല്ല ബാർബറായി ജീവിക്കാൻ പോയി. വന്നല്ലേ നേരത്തെ എന്നിട്ട് നമ്മളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്തൊരു ഷേപ്പടെ ഇവൻ. നാളാവാൻ നോക്കുക. സൈഡിലുള്ള എല്ലാം കൂടി കളഞ്ഞിട്ട് അവതാറിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവതാർ ഫാനാന്ന് തോന്നുന്നു. മറ്റില്ല അവതാറിനെ നെറ്റ്ഫ്ലിക്സ് ഇറക്കിയല്ലേ, അവതാറില്ലേ ജപ്പാനീസ്. അപ്പം നമുക്ക് പൈസ തരുവോടെ? കണ്ടിട്ട് ഇവൻ പൈസ ഒന്നും തരത്തില്ലെന്നാ തോന്നുന്നത്. ഇവൻ നേരത്തെ നമ്മളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് പോയെ. ഇവനെ പോലത്തെ ബ്ലഡി റാസ്കളുടെ മുടിയൊന്നും വെട്ടി കൊടുത്തു വിടും. എന്നാലും ഞാൻ കൊടുക്കുക. ഡണ്ണ് കൊടുക്കാം. ഇവൻ പരസ്യമല്ലെങ്കിൽ സ്കൂളിൽ ചിക്കനെ വെട്ടിക്കൊടുത്ത് ഗെയിമൊന്നും എനിക്ക് കാണണ്ട. അടിച്ച് പൊട്ടിക്കാണ്. ഞാൻ ബസ്സിനെ നമ്പർ റൂള് വെക്കും. പരസ്യം ഇനി ഒരിക്കലും ഈ ലോകത്തും ഉണ്ടാവില്ല. അല്ല, ഈ രാജ്യത്ത് പരസ്യം ഉണ്ടാവില്ല. റൂളാ. എല്ലാവരും പരസ്യം കാരണം വയ്യാതെ എല്ലാം നെറ്റ് ഓഫ് ചെയ്യാനും എന്തോ കഷ്ടമാണ്. നെറ്റ് ഇല്ലാതെ കളിക്കാനും പാടാം. ഇതെന്താ പിന്നെ കാണിക്കുന്നു? ഒരു കൊച്ചു ഇറച്ചി വിട്ട് നമ്മളത് കളക്ട് ചെയ്യണം. നമുക്ക് പറ്റുന്നില്ല ഗിസ്. ഇതൊന്നും കാണാൻ നമുക്ക് വയ്യ. സ്കിപ്പോടാ, സ്കിപ്പേ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. പൂട മുടിക്കുന്ന പൂട തന്നാണിന്താണേ താനിന്താനോ താനേനോ. ഇവണ്ട ഈ ഷേപ്പൊക്കെ ഞാൻ നിർത്തി തരടാ. ഇവിടെ നമുക്ക് ഇങ്ങനെ അങ്ങ് വെട്ടി അങ്ങ് കളയാം. ഡണ്ണ് കൊടുക്കാം. അവൻ്റെ നമുക്കത് പൈസ ഒന്നും പന്നല് വേണം. നമുക്കിനി ഇവൻ്റെ മുടി വെട്ടുന്നില്ലെങ്കിൽ ഹായ് ചേച്ചി എന്നുണ്ട് ചേച്ചി. അങ്ങനെ വെട്ടിത്തരാം ചേച്ചി. ചേച്ചിക്കും വെട്ടിക്കൊടുക്കണം. ചേച്ചിക്ക് മട്ടേവൻ്റെ ഇങ്ങനെ വെട്ടൊരു പുതിയ ഹെയർ സ്റ്റൈലാക്കി. ഞാൻ കണ്ടുപിടിച്ച പുതിയ ഹെയർ സ്റ്റൈൽ. ഡണ്ണ് കൊടുക്കാം. നമുക്ക് ചെയ്യാൻ അടുത്ത പരിപാടി അറിയുന്നത്. ഇന്നത്തെ വീഡിയോ